കേരളത്തിൽ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ ചില വിവാദ കാര്യങ്ങൾ ഉണ്ട്. ബി ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലോക്സഭാ മണ്ഡലം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലമായിരുന്നു. തിരുവനന്തപുരത്തേക്കാൾ ഏറെ വിജയപ്രതീക്ഷ തൃശ്ശൂരിലാണ് എന്ന സാധ്യത അവർ അനന്തമായി ഉപയോഗിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം മുതൽ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ അവരുടെ സ്ഥാനാർത്ഥിയുടെ കാര്യം ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രചരണം എന്ന രീതിയിലേക്ക് അവർ ചുവട് മാറ്റുകയായിരുന്നു. ഇത്തവണ തൃശ്ശൂരിൽ അതിശക്തമായ വാശിയേറിയ ത്രികോണ പോരാട്ടമാണ് നടന്നത്. കെ മുരളീധരന് എഡ്ജുണ്ട് എന്ന് മാധ്യമങ്ങളിൽ ചിലർ പറയുന്നുണ്ടെങ്കിലും ബി പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ചില മാധ്യമങ്ങളിൽ ബി ഒന്നാം സ്ഥാനം ലഭിക്കും എന്ന രീതിയിൽ ചർച്ച തുടരുകയാണ്. ഏതായാലും കെ മുരളീധരനും സുരേഷ് ഗോപിയും തമ്മിലാണ് അവിടെ മത്സരം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പോവുകയുണ്ടായി. സുനിൽകുമാറിന് വേണ്ടത്ര ആധിപത്യമോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി കൃത്യമായി ഉപയോഗിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം. അത് കൃത്യമായി കെ മുരളീധരനും സുരേഷ് ഗോപിയും മികച്ച രീതിയിൽ തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ ചർച്ചയാകുമ്പോൾ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ ചില കാര്യങ്ങളിലെ അടിസ്ഥാനപരമായ വിഷയത്തിൽ അത് ബി അതുപോലെ തന്നെ CPIM വെറുതെ കളയാൻ ഉദ്ദേശിക്കുന്ന കാര്യമായി നമുക്ക് കാണാൻ കഴിയില്ല. ദല്ലാൽ നന്ദകുമാർ അനാവശ്യമായ വാഗ്വാദമാണ് പറഞ്ഞത്. യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത നേതാവാണ് എന്നൊക്കെ ബി നേതാക്കൾ, പ്രത്യേകിച്ച് അനിൽ കെ ആൻ്റണിയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ബി നിതാന്തമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. കേരളത്തിൽ പ്രകാശ് ജാവ്ദേക്കർ എത്തിയത് ബി നേട്ടം കൊയ്തെടുക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടി തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ 5 സീറ്റുകളെങ്കിലും നേടിയെടുക്കുമെന്ന് ഒരു കൊല്ലം മുമ്പ് പ്രകാശ് ജാവ്ദേക്കർ അടിച്ചു വിട്ടതാണ്. അപ്പോൾ അതിന് മാന്യമായ രീതിയിൽ ഒരു റിസൾട്ട് വരണമെങ്കിൽ കുറഞ്ഞത് 1-2 സീറ്റെങ്കിലും നേടിയെടുക്കണം എന്ന ചിന്ത ജാവ്ദേക്കറിൻ്റെ മനസ്സിൽ ഉണ്ട്. CPIM കൃത്യമായിട്ടുള്ള കളികൾ ബി ചേർന്ന് കളിക്കുന്നു എന്നുള്ള ആരോപണം കോൺഗ്രസ്സുകാർ ഇന്നും ഇന്നലെയും പറഞ്ഞതല്ല. വ്യക്തമായ തെളിവിൻ്റെ പേരിൽ, പ്രത്യേകിച്ചും ED അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ബാധകമല്ലാത്ത രീതിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ട്? അരവിന്ദ് കെജ്രിവാളിനെയും ഹേമന്ത് സോറനെയും ഒക്കെ അറസ്റ്റ് ചെയ്യുമ്പോഴും കേരളത്തിൽ വലിയ രീതിയിൽ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റിലാകപ്പെടാതിരിക്കുന്നു എന്ന KC വേണുഗോപാലിൻ്റെയും കെ സുധാകരൻ്റെയും ഒക്കെ സംശയം വളരെ ന്യായപരമാണ്. അതുകൊണ്ട് തന്നെ ഈ സംശയങ്ങൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം, അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ വീണ്ടും വീണ്ടും അസഭ്യം പറയുകയും പുലഭ്യം പറയുകയും ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ താറടിച്ച് കാണിക്കുന്നത് കൊണ്ടോ സത്യമല്ലാതാകുന്നില്ല എന്ന് കൃത്യമായി തന്നെ പറയേണ്ടതായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ബി അക്കൗണ്ട് തുറക്കാൻ CPIM ഏതൊക്കെ രീതിയിൽ ഒത്താശ ചെയ്തു എന്നതാണ് കേരളത്തിന് അറിയേണ്ടത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു.